പാലക്കാട് കൽപ്പാത്തിയിൽ ഇന്ന് രണ്ടാം തേര് ഉത്സവമാണ്. മന്തക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്നാണ് തേര് എഴുന്നള്ളത്ത്. രഥാരോഹണത്തിന് ശേഷം പുതിയ കൽപ്പാത്തിയുടെ മധ്യഭാഗത്ത് പ്രയാണം അവസാനിക്കും. ഐഷത്തുൽ ഷംന കൽപ്പാത്തിയിൽ നിന്ന് ചേരുകയാണ്. ഷംന, ഗുഡ് മോർണിംഗ്. രഥോത്സവത്തിന്റെ റിപ്പോർട്ട് എവിടെയെന്ന് ചോദിച്ച പല പ്രേക്ഷകരും ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഷംന ഇന്ന് അവധിയാണോ എന്ന് വരെ ആൾ ചോദിച്ചു കളഞ്ഞു. പറയൂ. ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നലെയും ഇന്നും ഒക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഇന്ന് നാളെയും ഇവിടെ ഉണ്ടാകും. എന്തായാലും ഈ കൽപ്പാത്തിക്കാർക്ക്, പാലക്കാട്ടുകാർക്ക് ഇനി ഉത്സവത്തിന്റെ ദിവസങ്ങളാണ്. ഈ നാളെയാണ് അവസാനത്തെ തേരുത്സവം. ഇന്നെന്തായാലും മഹാഗണപതി ക്ഷേത്രത്തിലാണ്, മന്തക്കര മഹാഗണപതി ക്ഷേത്രത്തിലാണ് ഈ രണ്ടാം തേര് ഉണ്ടാവുന്നത്. ഇന്നലെ വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രത്തിലായിരുന്നു തേരുത്സവം. ഇന്നലെ ഗണപതിയും ഒപ്പം സുബ്രഹ്മണ്യ സ്വാമിയും ദേവീദേവന്മാരും ഒക്കെ പ്രദക്ഷിണം ചെയ്തു. ഇന്ന് ഇപ്പോൾ ഈ ഗണപതി അല്പസമയത്തിനകം തന്നെ പ്രദക്ഷിണം ചെയ്യും. ഈ എല്ലാ വർഷവും വർഷത്തിന്റെ എല്ലാ ദിവസങ്ങളിലും ഭക്തർ നേരിട്ട് അമ്പലങ്ങളിൽ എത്തി തൊഴുകുമ്പോൾ ആ ഭക്തരെ അവരുടെ വീടുകളിൽ, അവരുടെ അഗ്രഹാരങ്ങളിൽ, തെരുവുകളിലൊക്കെ പോയി അനുഗ്രഹിക്കുക എന്ന ഒരു വിശ്വാസം, ആ ഒരു സങ്കല്പമാണ് ഈ രഥോത്സവത്തിന് പുറകിലുള്ളത്. എന്തായാലും ആയിരക്കണക്കിന് ജനങ്ങളാണ് ഇന്നലെ ഈ ആദ്യത്തെ തേര് കാണാൻ വേണ്ടി തന്നെ എത്തിയത്. ഇന്നും അതേ ജനത്തിരക്ക് ഉണ്ട്. ഒപ്പം തന്നെ ഈ പാലക്കാട് നിന്ന് മാത്രമല്ല, മറിച്ച് മറ്റ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പലരും എത്തുന്നുണ്ട്. അങ്ങനെ നിരവധി തേരാണ്. ഒപ്പം തന്നെ ഈ നൂറുകണക്കിന് പേരാണ് അത് ഈ തേര് വലിക്കാൻ വേണ്ടി മാത്രം എത്തുന്നത്. മറ്റൊന്നുള്ളത്, ഇവിടെ അങ്ങനെ ഈ അഗ്രഹാരങ്ങളിലോ അല്ലെങ്കിൽ ഈ രഥോത്സവത്തിനോ ഒരു ജാതിയോ മതമോ അങ്ങനെയൊന്നുമില്ല. അതിനൊക്കെ അപ്പുറത്തേക്കുള്ള ഒരു ഒത്തുകൂടൽ കൂടിയാണ് ഈ രഥോത്സവം. ചേട്ടാ, എവിടുന്ന? ഇവിടെ പാലക്കാട് കൽപ്പത്തിനാണ്. ഒരു ആഘോഷം സൂപ്പറാണ്, നല്ല ആഘോഷമാണ്. എൻ്റെ വീട് ആക്ച്വലി കോഴിക്കോടാണ്. ഞങ്ങൾ ഇവിടേക്ക് വന്നിട്ട് 3 കൊല്ലമായി. ഈ 3 കൊല്ലത്തിൻ്റെ നടുവിൽ കുറേ ആൾക്കാർ വന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മനസ്സിനൊരു സന്തോഷമാണ്. കാരണം ഇത് രണ്ട് ദൈവത്തിൻ്റെയും നടുവിൽ നമ്മൾ ഇരിക്കാന്ന് വെച്ചാൽ അത് നമ്മളെ കൊടുത്ത ഭാഗ്യമാണ്. അതന്നെയാണ് എസ്. എന്തായാലും ഈ പുറകിൽ ഈ തേര് അത് ഒരുങ്ങിക്കഴിഞ്ഞു, വളരെയധികം സമർത്ഥമായി തന്നെ ഒരുങ്ങി കഴിഞ്ഞത്. കൗൺസിലർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇത്തവണത്തെ ആഘോഷങ്ങൾ എങ്ങനെയാണ്? ദേശീയോത്സവമായിട്ടുള്ള കൽപ്പാത്തി രഥോത്സവം പാലക്കാട് നഗരത്തിൻ്റെ സാംസ്കാരിക തനിമയെ വിളിച്ചോതുന്ന പൈതൃക പദ്ധതിയിൽ ഉൾപ്പെട്ട പ്രദേശമാണ്. അതിനെ അന്വർത്ഥമാക്കുന്ന തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഈ രഥോത്സവ സമയത്ത് കൽപ്പാത്തിയിൽ വരികയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കൽപ്പാത്തിയുടെ മഹിമ ഒന്ന്, കൽപ്പാത്തിയുടെ ക്ഷേത്രങ്ങൾ, ക്ഷേത്രാചാരങ്ങൾ, ക്ഷേത്രോത്സവങ്ങൾ, അതുപോലെ തന്നെ വേദങ്ങൾ, സംഗീതം, പിന്നെ മുറ്റത്തിടുന്ന കോലങ്ങൾ. അത് ഈ സമയത്ത് വന്നാൽ ബഹുവർണ്ണങ്ങളിൽ വ്യത്യസ്തമായ കോലങ്ങൾ കാണാൻ സാധിക്കും. അങ്ങനെ കൽപ്പാത്തിയുടെ ഈ അഗ്രഹാരത്തിന്റെ ഒരു ഭംഗി കൂടി ഏറ്റവും നന്നായിട്ട് ആസ്വദിക്കാൻ കഴിയുന്നത് ഈ രഥോത്സവ കാലത്ത് വന്നാലാണ്. ഈ രഥങ്ങളുടെ ഒരു ഭംഗി, അതുപോലെ ഈ കോലങ്ങൾ വിരിക്കുന്നതൊക്കെ രാവിലെ മുതൽ തന്നെയുള്ള ഈ അഗ്രഹാരത്തിന്റെ ഒരു ഒരുക്കങ്ങളും അതിന്റെ ഒരു ഭംഗിയും ഒക്കെ നമുക്ക് ആസ്വദിക്കാൻ കഴിയും. എന്തായാലും ഈ രഥങ്ങൾ ഇപ്പോൾ പൂർണ്ണമായി അത് അലങ്കരിച്ച് അതിൽ ഈ പഴങ്ങളും മറ്റ് പൂക്കളും എല്ലാം വെച്ച് അലങ്കരിക്കുന്ന ഒരു കാഴ്ചയാണ്. അല്പസമയത്തിന് ശേഷം തന്നെ ഒരു 10:00 കൂടി തന്നെ ഇതിൽ പ്രതിഷ്ഠ വെച്ച് അതിനുശേഷം ഈ അഗ്രഹാരങ്ങളിലൂടെ പ്രദർശനം നടത്തും. വൈകിട്ടോടു കൂടി തിരിച്ച് വിശ്വനാഥ ക്ഷേത്രത്തിന്റെ അവിടെ എത്തും. അങ്ങനെ നാളെയാണ് മഹാരഥോത്സവം. എല്ലാ അഗ്രഹാരങ്ങളിൽ നിന്നുമുള്ള ഈ തേരുകൾ അവിടെ എത്തി സംഗമിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.